ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറുത്തവാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന കാര്യം പിതൃപ്രീതി വരുത്തേണ്ട ഒരു ദിവസം എന്ന നിലയിലാണ്. അപ്പോൾ നാളെ മാർച്ച് 29 കറുത്തവാവാണ്. അതോടൊപ്പം തന്നെ സൂര്യഗ്രഹണവും ശനിയുടെ രാശിമാറ്റവും നടക്കുന്നത് നാളെ, അതായത് ശനിയാഴ്ച മാർച്ച് 29 ശനിയാഴ്ചയാണ്. ആദ്യം തന്നെ കറുത്തവാവ് തിഥിയുടെ സമയം ഒന്ന് പറയാം. അമാവാസി തിഥി ആരംഭിക്കുന്നത് മാർച്ച് 28 വെള്ളിയാഴ്ച രാത്രി 7:55 അവസാനിക്കുന്നത് മാർച്ച് 29 തീയതി 4:27 ഈ അമാവാസി ദിനങ്ങളിൽ നമ്മൾ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നമുക്കുള്ള കടങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ പണയം വെച്ചിട്ടുള്ള സ്വർണങ്ങൾ തിരിച്ചെടുക്കാനും വീട്ടിൽ ധനവരവുണ്ടാവാനും ഒക്കെ സഹായിക്കും. അമാവാസിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഉപ്പ് പരിഹാരമാണ്. മാർച്ച് 28 തീയതി, അതായത് ഇന്ന് തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ആയാലും ഹോളിൻ്റെ ആയാലും എല്ലാ കോർണറുകളിലും ചെറിയ ബൗളുകളിലാക്കി കുറച്ച് കല്ലുപ്പ് വയ്ക്കാൻ ശ്രമിക്കുക. ശേഷം നാളെ രാവിലെ, അതായത് അമാവാസി ദിനത്തിൽ മാർച്ച് 29 തീയതി രാവിലെ ഈ ഉപ്പുകളെല്ലാം തന്നെ എടുത്ത് നിങ്ങളുടെ സിങ്കിൽ ഒഴുക്കി കളയുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനും അതുപോലെ തന്നെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം മാറ്റാനും കണ്ണേറ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും ഈ അമാവാസി ദിനത്തിൽ നമുക്കൊരു ഉപ്പ് പരിഹാരം ചെയ്യാവുന്നതാണ്. കയ്യിൽ അല്പം ഉപ്പെടുത്ത് തലയ്ക്ക് ചുറ്റുമായിട്ട് ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യവും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് 3 പ്രാവശ്യവും ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു ഉപ്പ് നമ്മുടെ സിങ്കിൽ കൊണ്ടുപോയി ഇട്ട് അലിയിച്ച് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ണേറ്, ദൃഷ്ടിദോഷം പോലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സഹായിക്കും. ദൃഷ്ടിദോഷത്തിനൊക്കെ ഉപ്പിങ്ങനെ ഒഴിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അമാവാസി ദിനത്തിൽ ചെയ്യുന്നത് ഏറ്റവും ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. സ്വയം ദൃഷ്ടി എടുക്കുന്നതിന് പകരം മറ്റൊരാൾ ദൃഷ്ടി പരിഹാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ദൃഷ്ടി പരിഹാരം ചെയ്യേണ്ട ആൾ കിഴക്കോട്ട് തിരിഞ്ഞും അത് എടുക്കുന്ന ആൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞും നിന്നുകൊണ്ട് ഇതുപോലെ ഒഴിഞ്ഞ്, നിങ്ങൾക്ക് അപ്പം തന്നെ അലിയിച്ച് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് രാത്രിയിൽ ഈ ഒരു പരിഹാരം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് വയ്ക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് അലിഞ്ഞിട്ടുണ്ടാവും. ബാക്കി കൂടെ അലിയിച്ച് ആ ഒരു സിങ്കിലേക്ക് കളയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ പണയം വെച്ചിട്ടുള്ള സ്വർണങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം മഞ്ഞ കിഴി കെട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും. നിങ്ങൾ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമാവാസി ദിനത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അമാവാസിക്ക് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമുള്ളത് ഒരു മഞ്ഞ തുണിയുടെ കഷ്ണമാണ്. അതായത് ഒരു മഞ്ഞ കളറുള്ള എന്തെങ്കിലും ഒരു തുണിയുടെ പീസ് വേണം. അതോടൊപ്പം തന്നെ ഒരു 5 രൂപ കോയിനും അല്പം കല്ലുപ്പും, പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം എന്തെങ്കിലും സ്വർണത്തിൻ്റെ ഒരു മൂക്കുത്തിയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റഡിൻ്റെ ഭാഗമോ അങ്ങനെ എന്തെങ്കിലും സ്വർണത്തിൻ്റെ ഒരു തരി ആയാലും മതി. നിങ്ങളുടെ ഏതെങ്കിലും കമ്മലിൻ്റെ മുട്ട് പോലത്തെ സാധനങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ ഇത്രയും വസ്തുവാണ് നമുക്ക് ഈ ഒരു യെല്ലോ കിഴി കെട്ടിവെക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ ആ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു മഞ്ഞ കളറിലുള്ള ക്ലോത്ത് എടുക്കുക. അതിലേക്ക് അല്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഈ കല്ലുപ്പിന് മുകളിലായിട്ട് ഒരു 5 രൂപ കോയിന് വയ്ക്കണം. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ സ്വർണത്തിൻ്റെ കഷ്ണം കൂടെ വെച്ച് നല്ലതുപോലെ ഒരു കിഴിയായിട്ട് കെട്ടുക. ഇനി ഈ ഒരു കിഴി നമ്മൾ തൂക്കേണ്ടത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ടാണ്. വീടിൻ്റെ പുറംഭാഗത്ത് തൂക്കാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുറംഭാഗത്ത് തൂക്കാം. ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ ഫ്ലാറ്റ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വീടിൻ്റെ പുറംഭാഗത്തായിട്ട് തൂക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് വീടിൻ്റെ ഉൾവശത്ത് തന്നെ മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ട് ഇത് അവിടെ കെട്ടിത്തൂക്കുക. ശേഷം അടുത്ത അമാവാസി വരുന്ന സമയത്ത്, അത് നെക്സ്റ്റ് അമാവാസിയുടെ സമയത്ത് ഈ കിഴി അഴിച്ച് അതിലുള്ള ഉപ്പ് മാറ്റി ആ ഒരു ഉപ്പ് അലിയിച്ച് നമുക്ക് സിങ്കിലേക്ക് കളയാവുന്നതാണ്. മറ്റുള്ള വസ്തുക്കളൊക്കെ അത് തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഈ ഒരു കിഴി വീണ്ടും മാറ്റി കെട്ടേണ്ടതാണ്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കടബാധ്യതകളുണ്ടെങ്കിൽ, സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെയും തന്നെ മാറ്റം സംഭവിക്കുന്നത് അറിയാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് ഈ ഒരു പരിഹാരം ചെയ്ത് പണയം വെച്ച സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അമാവാസി ദിനത്തിൽ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കല്ലുപ്പ് പരിഹാരം എന്ന് പറയുന്നത്, ഒരു ബൗളിൽ അല്പം കല്ലുപ്പെടുത്ത് ഹോളിൽ വയ്ക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പ് പണത്തിനെ ആകർഷിക്കും, കല്ലുപ്പ് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവും. ആ ഒരു ദിവസം വച്ചതിന് ശേഷം, അതായത് നാളെ ഇങ്ങനെ വെച്ച് മറ്റന്നാൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ആ ഉപ്പെടുത്ത് കളയാവുന്നതാണ്. കല്ലുപ്പിൻ്റെ ഏതൊരു പരിഹാരം ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഉപ്പ് ഒരു കാരണവശാലും വേസ്റ്റിലേക്ക് ഇടാനോ അല്ലെങ്കിൽ വലിച്ചെറിയാനോ പാടില്ല. അലിയിച്ച് കളയുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇനി അതുപോലെ തന്നെ കറുത്തവാവ് ദിവസം ഞാൻ ഈ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ പിതൃക്കൾക്ക് പ്രീതി വരുത്തുക എന്നുള്ള ഒരു ദിവസമായിട്ടാണ് കറുത്തവാവിനെ എല്ലാവരും കാണുന്നത്. അന്നേ ദിവസം പുതിയതായിട്ട് വയ്ക്കുന്ന ചോറിൽ നിന്ന് ഒരല്പം ചോറ് ആദ്യം തന്നെ, അതായത് നമ്മൾ കഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ അല്പം ചോറെടുത്ത് കാക്കയ്ക്ക് കൊടുക്കാൻ സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, രാവിലെ നിങ്ങൾ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു, വീടിൻ്റെ വാതിൽ പടിയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം മഞ്ഞളും കുങ്കുമവും കൊണ്ട് വാതിൽ പടിയിൽ പൊട്ടു തൊട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഒരു ചെറുനാരങ്ങ നേർ പകുതിയായി മുറിച്ച് 2 ഭാഗങ്ങളാക്കി ഈ 2 ഭാഗവും വാതിൽപ്പടിയുടെ 2 ഭാഗത്തായിട്ട് വയ്ക്കുക. ഈ ചെറുനാരങ്ങയുടെ മുകളിലായിട്ടും മഞ്ഞളും കുങ്കുമവും ഒരല്പം എടുത്ത് തേച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതും വീട്ടിലെ ദൃഷ്ടിദോഷവും അതുപോലെ തന്നെ വീട്ടിലേക്ക് നെഗറ്റീവ് ശക്തികൾ വരാതിരിക്കാനും സഹായിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല. എല്ലാത്തിനും തടസ്സങ്ങളായിരിക്കും, ഒരു മേൽഗതി ഉണ്ടാവില്ല. എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക, പണത്തിന് ബുദ്ധിമുട്ട് വന്നുകൊണ്ടേയിരിക്കുക, പടയങ്ങൾ വച്ചുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ വരിക. ഇതിൽ നിന്നൊക്കെയുള്ള മോചനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക എന്നുള്ളത് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന പരിഹാരങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പരിഹാര മാർഗങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ഒരു മഞ്ഞക്കിഴിയൊക്കെ കെട്ടിവയ്ക്കുന്നത് നിങ്ങളുടെ പണയം വെച്ചിട്ടുള്ള സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഉറപ്പായിട്ടും സഹായിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. നന്ദി.